എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് തുലാം രാശിക്കാർക്ക് ഈ പുതുവർഷം എപ്രകാരമാണെന്ന് പറയുന്നത്. അതിന് മുൻപായിട്ട് തുലാം രാശിക്കാരുടെ ഈ ഒരു പുതുവർഷ ഗ്രഹസ്ഥിതി എപ്രകാരമാണെന്ന് നോക്കാം. ഓഗസ്റ്റ് 17-ാം തീയതി സൂര്യൻ 10-ാം ഭാവത്തിൽ നിന്ന് 11-ാം ഭാവത്തിലേക്ക് സംക്രമിച്ചു. 11-ാം ഭാവമായ ചിങ്ങൻ രാശിയിൽ വക്രഗതിയിൽ ബുധനുണ്ട്, ശുക്രനുണ്ട്. 12-ാം ഭാവത്തിൽ കേതു, 5-ാം ഭാവത്തിൽ വക്രഗതിയിൽ ശനി, 6-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ വ്യാഴം, ചൊവ്വ. ഇതാണ് തുലാം രാശിക്കാരുടെ ഗ്രഹസ്ഥിതി. 11 നിൽക്കുന്ന ശുക്രൻ നമ്മുടെ കുറച്ചുകൂടെ നല്ല ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് പണം കടം വാങ്ങാനോ ഒക്കെ സഹായിക്കും. ഒരു മാനസിക സന്തോഷത്തിനുള്ള വകുപ്പുകളൊക്കെ 11 നിൽക്കുന്ന സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ഈ രാശിക്കാർക്ക് കൊടുക്കും. ഈ രാശിക്കാർ വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രക്കാർ ഏകദേശം ഒരു ഏപ്രിൽ മാസത്തോടു കൂടിയിട്ട് തന്നെ 24 ഏപ്രിലോടുകൂടി തന്നെ വളരെ തീക്ഷ്ണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായ അസ്വസ്ഥതകൾ, ശാരീരികമായ അവശതകൾ, അധികരിച്ച ടെൻഷൻ, ശരീരം ശോഷിക്കുക, മനസ്സ് ദുർബലപ്പെടുക, ശരീരത്തിനും മനസ്സിനും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും രോഗിയായതുപോലെ സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് തുടരുന്നത്. അതിന് ജൂൺ അവസാനത്തോടുകൂടി ഒരു ചെറിയ മാറ്റം വന്ന് ഇപ്പോൾ തരക്കേടില്ലാത്തൊരവസ്ഥയിലാണ് ഈ രാശിക്കാർ ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ പോലും കഴിഞ്ഞ ഒരു 3-4 മാസക്കാലം വളരെയധികം അസ്വസ്ഥതകൾ, ചിലർക്കൊക്കെ മാനസിക പിരിമുറുക്കങ്ങളും മാനസിക അസ്വസ്ഥങ്ങൾക്കുള്ള മരുന്നുകൾ വരെ കഴിക്കേണ്ട അവസ്ഥകളിലൂടെ കടന്നുപോയി കാണാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ ആത്മഹത്യാ ശ്രമവും ആത്മഹത്യാ പ്രവണതയൊക്കെ വന്നു ചേരാൻ നിരാശയൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥയിലൂടെ അഷ്ടമത്തിലെ ഗുരു ഒരു മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗിയാക്കി മാറ്റുന്നു എന്നാണ് അതിൻ്റെ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ ഇവർ ജാതകർ കടന്നുപോയി കാണാം. ഒരു പക്ഷേ അങ്ങനെ ദശാവാരങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം. എന്നാലും മോശം ദശകളുള്ളവർക്ക് വളരെ ദോഷം ഫലങ്ങളായിരിക്കണം തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശുക്രൻ്റെയും അങ്ങനെയുള്ള ശനിയുടെ വക്രവും അങ്ങനെയുള്ള ചില മാറ്റങ്ങളിലുകൊണ്ട് ഇവർക്കൊന്നും മുമ്പോട്ട് പോകാൻ കഴിയുന്നു. ഇപ്പോൾ സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയിലാണ് തുലാം രാശിക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കഴിഞ്ഞ ഒരു വർഷം, ഈ കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള കാലഘട്ടം വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാരെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഗ്രഹിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലം, ഇപ്പോൾ നിർഭാഗ്യവശാൽ ആ രാശിയിൽ ചൊവ്വയുമുണ്ട്. ചൊവ്വയോടുകൂടെ ചേർന്ന് നമ്മുടെ സാമൂഹിക ജീവിതം, നമുക്കൊരു സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുക, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് പോകാൻ കഴിയാതെ വരിക, അവിടെയൊക്കെ ചെല്ലാൻ നമുക്ക് ചിലപ്പോൾ ഒരു മടി തോന്നുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ, ഒരു പൊതുസ്ഥലങ്ങളിൽ പോകാനൊക്കെ നമ്മൾ ഉൾവലിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന സ്വന്തം പരാജയങ്ങളും സ്വന്തം തെറ്റായ പ്രവൃത്തികളും കൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ഈ ഒരു മാനസികമായും ശാരീരികമായുള്ള തളർച്ചയ്ക്ക് ഈ രാശിക്കാരുടെ കാരണം. അപ്പോൾ അത് ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ സമയത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവരിങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണമെന്നാണ് വിധി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രാശിക്കാർക്ക് എന്തായാലും ഒക്ടോബർ 10-ാം തീയതി വ്യാഴം വക്രത്തിലേക്ക് വരുന്നതോടുകൂടി ഒരു ആശ്വാസം ഫെബ്രുവരി മാസം വരെ ഉണ്ടാവും. എന്നിരുന്നാലും ഈ അഷ്ടമ വ്യാഴം സൂക്ഷിച്ചിരിക്കേണ്ട അഷ്ടമ ഹരിതോ ബാലി എന്ന ഒരു പ്രസിദ്ധനായ വീരനായ ഒരു വാനര പോരാളി ഒളിയമ്പേറ്റ് മരിക്കുക എന്ന ഒരു ഫലമാണ് പറയുന്നത്. പ്രതീക്ഷിക്കാത്ത കുഴപ്പങ്ങളുണ്ടാവുക. ഇപ്പോൾ ബുധൻ ഇങ്ങനെ 11-ാം ഭാവത്തിൽ വക്രത്തിൽ നിൽക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കാരണം പൈസ നഷ്ടപ്പെടുക, നമുക്ക് അർഹമായി കിട്ടേണ്ട ഒരു പണം നമ്മുടെ വായിൽ നിന്ന് വരുന്നൊരു നാവ് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇപ്പോൾ നിലവിൽ പുതുവർഷ സമയത്ത് അങ്ങനെ ഒരു ഗ്രഹസ്ഥിതി കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് വളരെയധികം മുൻകരുതലെടുക്കുക. പറ്റുമെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നമുക്ക് വേണ്ടി സംസാരിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ ഈ ഒരു അഷ്ടമ വ്യാഴത്തിൻ്റെ ഒരു ഭീഷണി അത് കുറച്ച് കാലങ്ങളുണ്ട്. ഈ വർഷം അവസാനത്തോടുകൂടി ഈ രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ, ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറുമ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ വരും. ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലികമായ ഒരു മോചനം കിട്ടും. ഇപ്പോഴും അവരൊരു റിക്കവറിങ് സ്റ്റേജിലാണ്. ഇപ്പോഴും തെറ്റില്ല. ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ, പ്രാർത്ഥനകളൊക്കെ ഇടപെടാതെ ചെയ്താൽ
പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാം. വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഏതൊരു കാര്യത്തിലും ഏർപ്പെടാൻ ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു അടുത്ത മെയ് മാസത്തിൻ്റെ അവസാനം വരെ അങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ നല്ലത്. സുദർശന മന്ത്രവും നരസിംഹ കവചവും ശ്രദ്ധിക്കുന്നത് ഈ രാശിക്കാർക്ക് കുറച്ച് നല്ല ഫലങ്ങൾ കിട്ടുന്നതിന് നന്നായിരിക്കും. ഈ വളരെ മോശം പരീക്ഷണഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ കാലഭൈരവനെയും യമദേവനെയും പ്രാർത്ഥിക്കുന്നത് ആ ഒരു അത്യധികം തീക്ഷ്ണമായ ദോഷഫലങ്ങളിൽ നിന്നുള്ള മോചനം നൽകും. അപ്പോൾ തുലാം രാശിക്കാർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനും നല്ല രീതിയിൽ വരുന്ന ദശാകാലങ്ങൾ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. പിന്നെ ശനി 6ലേക്ക് ഇനിയുള്ള ഒരു 3-4 വർഷക്കാലത്തോളം ശനി വളരെ നല്ല പൊസിഷനാണ് വരാൻ വേണ്ടി പോകുന്നു. 6ാം ഭാവത്തിലേക്ക് വരും. അപ്പം നല്ലൊരു കാലം തുലാം രാശിക്കാരെ കാത്തിരിപ്പുണ്ട്. പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ, ഐശ്വര്യങ്ങളും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.